കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCA ഫസ്റ്റ് സെമ്മിൽ കവർ ചെയ്യുന്ന MCS 214 പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സ് എന്ന സബ്ജക്റ്റിന്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. നമുക്കറിയാം ലേൺവൈസിൽ കഴിഞ്ഞ ഇഗ്നോ എക്സാം സൈക്കിൾസിലൊക്കെ തന്നെ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോ ഫോക്കസ് സീരീസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഗ്നോ എക്സാംസിൽ ഒരു പാസ് 5 എക്സാം സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിൽ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്ത് ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ ഗൈഡ് ബുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സിലബസ് മാപ്പിംഗ്, ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യും. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സാമിന് വരാൻ സാധ്യത, ഏതൊക്കെ ഏരിയാസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, പ്രോബബിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ പ്രഡിക്ഷൻ എത്ര പെർസെൻറ്റേജോളം ഓരോ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, അത് ഡിസ്കസ് ചെയ്യും. ദെൻ ഒരു പ്രെഡിക്റ്റീവ് പേപ്പർ ഫുൾ ലെങ്ത് മോഡൽ ഇഗ്നോ മോഡൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ മോഡൽ ആൻസറും മാർക്കിംഗ് സ്കീമും ആപ്പ് ത്രൂ ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് നോക്കുവാണ്. പാസ്റ്റ് പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസിലാണ് ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ബ്ലോക്ക് 1 പ്രൊഫഷണൽ സ്കിൽസ് നീഡ് അറ്റ് ദ വർക്ക് പ്ലേസ്. ആ ഒരു ബ്ലോക്കിൽ യൂണിറ്റ് 1 പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ്, കോൺവെർസേഷൻ വേഴ്സസ് അതർ സ്പീച്ച് ഈവൻറ്റ്സ്. പാസ്റ്റ് പേപ്പറിൽ 13 തവണ ചോദിച്ചിട്ടുണ്ട്, ഹൈലി റെലവൻ്റ് ആണ്. സെക്കൻഡ് വൺ യൂണിറ്റ് 2 ടെലഫോൺ ടെക്നിക്സ്, അതിൽ ഫ്രേസസ്, മെസ്സേജസ്, ടെൻസ്, ഫോംസ് 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. റെലവൻ്റ് ആയിട്ടുള്ള മീഡിയം റെലവൻ്റ് ടോപ്പിക്കാണ്. ഇനി യൂണിറ്റ് 3 ജോബ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഇൻ്റർവ്യൂ, CV ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ 10 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ഹൈലി റെലവൻ്റ് ടോപ്പിക്കാണ്. ഇനി യൂണിറ്റ് 4 ഗ്രൂപ്പ് ഡിസ്കഷൻ, സക്സസ് സ്ട്രാറ്റജി, കണക്റ്റീവ്സ് 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. അതുപോലെ യൂണിറ്റ് 5 മാനേജിങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, റിപ്പോർട്ട്സ്, ലീഡർഷിപ്പ് മോഡൽ 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ പ്രൊഫഷണൽ സ്കിൽസ് നീഡ് ടു വർക്ക് പ്ലേസ്, സെക്കൻഡ് ഏരിയ, സെക്കൻഡ് പോർഷനാണ് വരുന്നത്. അതിൻ്റെ 6th യൂണിറ്റ് മീറ്റിംഗ്സ്, അജണ്ട, റിപ്പോർട്ടിംഗ് വേർബ്സ്, മെമ്മോസ് 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. യൂണിറ്റ് 7 പ്രൊഫഷണൽ സ്കിൽസ് 1 ബോഡി ലാംഗ്വേജ്, വെർബ്, സ്ട്രക്ചർ 8 ടൈംസ് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻറ്റ്. ഇനി 8th വൺ പ്രസൻറ്റേഷൻ സ്കിൽസ് 2, അതിൽ വിഷ്വൽ എയ്ഡ്സ്, പ്രൊപ്പോസിഷൻസ്, ഡെലിവറി 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. യൂണിറ്റ് 9 ഡെവലപ്പിംഗ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, പേഴ്സണൽ സോഷ്യൽ കോമ്പിറ്റൻസ്, NLP 12 ടൈം, ഹൈലി ഇമ്പോർട്ടൻറ്റ്. ഇനി 10th വൺ വർക്ക് എത്തിക്സ് ആൻഡ് സോഷ്യൽ മീഡിയ എറ്റിക്യൂസ് 14 ടൈംസ്, ഹൈലി റെലവൻറ്റ് ടോപ്പിക്കാണ്. ഇനി യൂണിറ്റ് 11 കോപ്പിറൈറ്റ് ആൻഡ് പ്ലേജറിസം, ലോ, റൈറ്റ്സ്, അക്നോളജ്മെൻറ്റ് 11 ടൈം ചോദിച്ചിട്ടുണ്ട്, ഹൈലി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ 10 അതിൽ കൂടുതൽ അപ്പിയറൻസ് വരുന്ന ഏരിയയാണ് ഫ്രീക്വൻ്റ്ലി എക്സാമിന് ചോദിച്ചിട്ടുള്ളത്, ഹൈലി റെലവൻറ്റ് ടോപ്പിക്. 5 to 9 അപ്പിയറൻസ് വരുന്നത് മീഡിയം ലെവലും, <5 റയർ ആയിട്ട് വന്നിട്ടുള്ള ഏരിയയാണ്. ഇപ്പോൾ 2 ബ്ലോക്സിൽ ബ്ലോക്ക് 2 കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 60% ഒരു പാസ് 5 എക്സാം സൈക്കിൾ ജൂൺ 2022 മുതൽ 2025 വരെ നോക്കുമ്പോൾ ഒരു 60% ക്വസ്റ്റ്യന് ബ്ലോക്ക് 2 അതുപോലെ ഒരു 40% ബ്ലോക്ക് 1 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്.
ഇപ്പൊ ബ്ലോക്ക് 2 ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് 10 ആണ്. അതുപോലെ ബ്ലോക്ക് 1 യൂണിറ്റ് 13. ഇനി ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്, ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ്. അതിൽ ഫസ്റ്റ് വൺ വർക്ക് എത്തിക്സ്, സോഷ്യൽ മീഡിയ എറ്റിക്യൂ, യൂണിറ്റ് 10 വരുന്നതാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി സെക്കൻഡ് വൺ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫൗണ്ടേഷൻ ഫോർ ഓൾ അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ത്രൂ ബോത്ത് കോംപ്രഹെൻഷൻ ആൻഡ് ഷോർട്ട് നോട്ട്. കോംപ്രഹെൻസീവ് ആയിട്ടും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. തേർഡ് വൺ ഡെവലപ്പിംഗ് ഇന്റർപേഴ്സണൽ സ്കിൽ, യൂണിറ്റ് 9, അത് ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയും കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ്, കോംപ്രഹെൻഷൻ, പാസേജ് വിത്ത് സബ് ക്വസ്റ്റ്യൻസ്, അതിൽ അനലിറ്റിക്കൽ റീഡിംഗ് ഫോളോഡ് ബൈ 5 to 6 സബ് പാർട്ട്, ഡെഫിനിഷൻസ്, സിനോണിംസ്, മീനിങ്സ്, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് 15 to 20 മാർക്സിന് ചോദിക്കും. ഒരു 400 to 500 വേർഡ്സിൽ വേണം എഴുതാൻ വേണ്ടി. ഇനി ഷോർട്ട് നോട്ട്സ്, ഡിസ്ക്രിപ്ഷൻസ്, അതിൽ കൺസൈസ് ആയിട്ടുള്ള കൺസെപ്ഷണൽ എക്സ്പ്ലനേഷൻ ആണ് ടോപ്പിക്സിന്റെ ബേസിൽ കൊടുക്കേണ്ടത്. 2 ടോപ്പിക്സ് ആയിരിക്കും മെയിൻലി ചോദിക്കുക, 10 മാർക്ക് വെച്ച്. 75 to 100 വേർഡ്സിൽ വേണം കൊടുക്കാൻ. ഗ്രാമർ ആൻഡ് യൂസേജസ്, അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ആർട്ടിക്കിൾ, പ്രൊപ്പോസിഷൻ, ടെൻസസ്, സെന്റൻസ് റീറൈറ്റിംഗ്, ടെസ്റ്റ്, അപ്ലൈഡ് ഇംഗ്ലീഷ്, അതൊരു 5 to 10 മാർക്സിന് ചോദിക്കാം. ഇനി ലെറ്റർ, ആർട്ടിക്കിൾ റൈറ്റിംഗ്, ഫോർമൽ, ഇൻഫോർമൽ ലെറ്റർ ചോദിക്കാൻ 10 മാർക്കിന് 150 to 200 വേർഡ്സിൽ. ഇനി ഫ്രേസൽ വെർബ്, വൊക്കാബുലറി, സെന്റൻസ് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പാണ്. ഇഡിയംസ്, വെർബ് ഒക്കെ 5 to 10 മാർക്സിന്. ഓക്കെ, ഇനി ടോപ്പ് 4 ഫ്രീക്വന്റ് ഫോർമാറ്റ് നമുക്ക് നോക്കാം. കോംപ്രഹെൻഷൻ, പാസേജ്. ഓക്കെ, പാസേജ് റീഡ് ചെയ്തിട്ട് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. സെക്കൻഡ് വൺ ഷോർട്ട് നോട്ട്സ്, അത് 2 into 5 ആ ഒരു രീതിയിലാണ്, ഓരോന്നും 5 മാർക്ക് വീതം. അപ്പം അത് എത്തിക്സ്, കമ്മ്യൂണിക്കേഷൻ, പ്ലേജറിസം, ഈ ഏരിയ നമുക്ക് ഷോർട്ട് നോട്ട്സിൽ പ്രതീക്ഷിക്കാം. തേർഡ് വൺ ലെറ്റർ റൈറ്റിംഗ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ, ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഫോർത്ത് വൺ ഗ്രാമർ, യൂസേജ്, ഒരു 5 to 10 മാർക്സിന് ചോദിക്കാം. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് വൈസ് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ്സ് 1 to 5 ആണ്. അതിൽ ആവറേജ് ഒരു 15 മാർക്സ്, അപ്രോക്സിമേറ്റ്ലി 30% ഷെയർ ചെയ്യും. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 6 to 11 ആവറേജ് മാർക്ക് ഒരു 25 മാർക്ക്, അപ്രോക്സിമേറ്റ് ഷെയർ ചെയ്യുന്ന 50%. ഇനി ലാംഗ്വേജ് ആൻഡ് ഗ്രാമർ ആപ്ലിക്കേഷൻസ്, ജനറൽ ഇംഗ്ലീഷ്, ആവറേജ് 10 മാർക്സ് ആണ്, അപ്രോക്സിമേറ്റ്ലി 20%. ടോട്ടൽ 50 മാർക്സിനായിരിക്കും കവർ ചെയ്യുന്നത്. ഓക്കെ, കോംപ്രഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരു ഡിപ്പാണ് കാണുന്നത്. ഷോർട്ട് നോട്ട്സ് ഇൻക്രീസ് കാണാം. അതുപോലെ ലെറ്റർ, ആർട്ടിക്കിൾ റൈറ്റിങ്ങിലും ഇൻക്രീസ് കാണാം. ഗ്രാമറിൽ ഒരു സ്റ്റഡി ഫ്ലോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ ഒരു ഷിഫ്റ്റ് വന്നിട്ടുള്ളത് അപ്ലൈഡ് റൈറ്റിംഗിലേക്കാണ്. ഗ്രാമർ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കോംപ്രഹെൻഷൻ ഒരു ഡിപ്പ് കാണാനായിട്ട് പറ്റും. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇപ്പം കോംപ്രഹെൻഷൻ പാസേജിനൊരു 35 വെയിറ്റേജ് നമുക്ക് പറയാം. 35%. സജസ്റ്റഡ് ടൈം ഒരു 40 minutes സ്പെൻഡ് ചെയ്യുക. ഷോർട്ട് നോട്ടിന് വെയിറ്റേജ് 20, സജസ്റ്റഡ് ടൈം 25 minutes. ലെറ്റർ, ആർട്ടിക്കിൾ റൈറ്റിംഗ് വെയിറ്റേജ് 25, സജസ്റ്റഡ് ടൈം 30 minutes. ഗ്രാമർ, വൊക്കാബുലറി വെയിറ്റേജ് 20, സജസ്റ്റഡ് ടൈം 25. ടോട്ടൽ 100 മാർക്കിന് 120 minutes. സോറി, ടോട്ടൽ 50 മാർക്സ് ആണ് ചോദിക്കുന്നത്. 120 minutes ആയിരിക്കും അലോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി 2 of the following: ethics at the workplace, personal and social competence, blind spot, collaboration and cooperation. 6 times ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ, explain barriers to communication 5 times. Third one, discuss the qualities of good leader, manager 5 times. Fourth one, write a brief history of copyright and discuss plagiarism 5 times. Fifth one, write a letter to your friend
or parent or organization about personal topic 10 times. Sixth one, explain the importance of work ethics and social media etiquette 7 times. Seventh one, discuss different type of communication and their barriers. അതൊരു 6 times പാസ് പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. എയ്ത്ത് വൺ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ റോൾ ഓഫ് എത്തിക്സ് ഇൻ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് 4 times. ഹൗ ടു ബി സക്സസ്ഫുൾ ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ 5 times ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലിസണിങ് സ്കിൽ, പ്രസന്റേഷൻ സ്കിൽ 4 times ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ആണ് റെപ്പറ്റീഷന്റെ റെലവൻസിന്റെയും ബേസിൽ. എത്തിക്സ് അറ്റ് ദ വർക്ക് പ്ലേസ് ബ്ലോക്ക് 2 യൂണിറ്റ് 10 പാസ് പേപ്പറിൽ 6 times ചോദിച്ചിട്ടുണ്ട്, ആവറേജ് 5 mark. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 1 അപ്പിയറൻസ് 5 ആണ്, ആവറേജ് 5 mark. ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് സ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 5 അപ്പിയറൻസ് 5 ആണ്, ആവറേജ് 5 mark. ഇനി കോപ്പിറൈറ്റ് ആൻഡ് പ്ലേജറിസം ബ്ലോക്ക് 2 യൂണിറ്റ് 11 അപ്പിയറൻസ് 5 times, ആവറേജ് 5 mark. ഫോർമൽ ഇൻഫോർമൽ ലെറ്റർ റൈറ്റിംഗ് അതിൽ പല ബ്ലോക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറ്. അതിന്റെ അപ്പിയറൻസ് 5 times ആണ്, ആവറേജ് 5 mark. ഫോർമൽ ഇൻഫോർമൽ ലെറ്റർ റൈറ്റിംഗ് നമ്മളത് പറഞ്ഞു. ഇനി വർക്ക് എത്തിക്സ് ആൻഡ് സോഷ്യൽ മീഡിയ എറ്റിക്യൂട്ട് ബ്ലോക്ക് 2 യൂണിറ്റ് 10 അപ്പിയറൻസ് 7 ആണ്, ആവറേജ് 5 mark. ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 1 അപ്പിയറൻസ് 6 പാസ്റ്റ് 10 times, നമുക്ക് പാസ്റ്റ് 6 times ചോദിച്ചു, ആവറേജ് 10 mark. എത്തിക്സ് ഇൻ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് ബ്ലോക്ക് 2 യൂണിറ്റ് 10 അപ്പിയറൻസ് 4 ആണ്, ആവറേജ് 5 mark. ഇനി ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 4 അപ്പിയറൻസ് 5, ആവറേജ് 5 mark. ലിസണിംഗ് presentation skill block 2 unit 7 and 8 appearance 4 time, average 5 mark. അപ്പം സ്ട്രാറ്റജിക് അഡ്വാൻസ് പാനൽ നോക്കുമ്പോൾ ഈ ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും ഒന്ന് എക്സാം കണ്ടീഷനിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, റിവൈസ് ചെയ്യുക. കമ്മ്യൂണിക്കേഷനിൻ്റെ ബാരിയേഴ്സ്, ലിസണിങ് സ്കിൽ, ഈ ഏരിയാസ് ഒക്കെ റിവൈസ് ചെയ്യുക. PYQ റെഫർ ചെയ്യുക മാക്സിമം. അപ്പൊ ഇവിടെ ഒരു പൈ ചാർട്ടാണ് തന്നിട്ടുള്ളത്. അതിൽ ഓരോ ഏരിയയിൽ നിന്നും എത്ര പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസ് ഒരു 75%ഓളം ടോട്ടൽ മാർക്കിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി പ്രോബബിലിറ്റി ആണ് നോക്കുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 പ്രോസസ് ആൻഡ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 83% പ്രോബബിലിറ്റി ഉണ്ട്, ഹൈലി പ്രോബബിൾ. അതുപോലെ യൂണിറ്റ് 3 ജോബ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഇന്റർവ്യൂ 67 മീഡിയം ലെവൽ പ്രോബബിലിറ്റി. യൂണിറ്റ് 4 ഗ്രൂപ്പ് ഡിസ്കഷൻ 67 മീഡിയം പ്രോബബിലിറ്റി. യൂണിറ്റ് 5 ഓർഗനൈസേഷണൽ മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ് 50% മീഡിയം പ്രോബബിലിറ്റി. ഇനി ബ്ലോക്ക് 2 ആണ് നോക്കുക. യൂണിറ്റ് 6 മീറ്റിംഗ് ആൻഡ് മെമോസ് 33% ലോ പ്രോബബിലിറ്റി. യൂണിറ്റ് 7 presentation skill 1 50% medium probability. Unit 8 presentation skill 2 50% medium probability. Unit 9 interpersonal skills and NLP 83% highly probable. Unit 10 work ethics and social media etiquette highly probable 100%. Unit 11 copyright and plagiarism 83 highly probable. ഈ 70% അതിലും കൂടുതൽ വരുന്നതാണ് ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയ. വർക്ക് എത്തിക്സ് ആൻഡ് സോഷ്യൽ മീഡിയ എറ്റിക്യൂ, അതുപോലെ ഇന്റർപേഴ്സണൽ സ്കിൽ ആൻഡ് NLP, കോപ്പിറൈറ്റ് ആൻഡ് പ്ലേജറിസം, ബാരിയേഴ്സ് ആൻഡ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഹൈലി ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. മീഡിയ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ലീഡർഷിപ്പ് ആൻഡ് ഓർഗനൈസേഷൻ, പ്രസന്റേഷൻ സ്കിൽ. ലോ പ്രോബിലിറ്റി മീറ്റിംഗ് ആൻഡ് മെമോ, ഫോർമൽ ഗ്രാമർ എക്സസൈസ്, അതിൽ ആർട്ടിക്കിൾസ്, കണക്റ്റീവ്സ്, ടെൻസസ് ചോദിക്കാറുണ്ട്. ഇനി നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. ഫുൾ ലെങ്ത് IGNOU മോഡൽ 2 hours ആണ്, 50 marks ആണ്, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു പാസേജ് തന്നിട്ടുണ്ട്. ഈ പാസേജ് വായിക്കുക. അതിനുശേഷം നമ്മൾ ആൻസർ ദ ഫോളോയിങ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. 40 to 50 വേർഡ്സിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പാസേജിൽ നിന്ന് ഫസ്റ്റ് വൺ, വാട്ട് അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലെക്സിബിൾ ഓർ റിമോട്ട് വർക്ക് ആർ മെൻഷൻഡ് ഇൻ ദ പാസേജ്. Second one, how can digital communication lead to misunderstandings among colleagues? Third one, what might employees feel pressured to respond to message outside office hours? Fourth one, what privacy concern arise from digital monitoring of employees? Fifth one, according to the passage, what shared responsibility
activities do organization and employees have in making flexible work successful? Okay. In B part, find a word from the passage which mean same as follows. Benefit or positive result. Second one, made less clear or difficult to see. Third one, closely watched or checked. Fourth one, honestly and moral uprights. Fifth one, health and sense of comfort or happiness. Okay. Now question number 2. Answer any two of the following in about 80 to 100 words each. Okay. Oranam 2 marks with. A part, describe common application barriers that may rise in a multicultural workplace and suggest way to reduce them. B part, explain the qualities that make an employee a star performer in terms of interpersonal skill at the workplace. C part, what is plagiarism in academic or professional writing? Discuss its consequence for both the individual and the organization. D part, discuss the importance of social media etiquette for professionals who use networking platform to build their careers. Okay, ഇനി fill in the blanks ആണ്. Fill in the blanks with a, an or no article as appropriate. ഓരോ മാർക്ക് വീതം. First one, dash effective presenter prepare well before delivering dash talk. Second one, ethic is dash essential part of the professional life, not just dash optional extra. Third one, our team meet in dash online room to review the project report. Fourth one, she was promoted to dash position of a project manager after 3 years. Fifth one, many organizations now provide training on work in dash virtual environment. Okay, അപ്പോൾ ഇതിൽ ആർട്ടിക്കിൾ എ ആൻഡ് ദ വരുമോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ വരില്ലേ എന്നുള്ളതാണ് ഫില്ല് ചെയ്യേണ്ടത്. ഫോർത്ത് വൺ, റൈറ്റ് എ ലെറ്റർ ഇൻ അബൌട്ട് 150 to 180 words, 10 mark. You have recently completed an online internship with a software company. Write a formal letter to the human resource manager of a company, thanking them for the opportunity and reflecting on what you learned about professional communication, teamwork, and ethics during the internship. Fifth one, answer the following question in 250 words, 10 mark question. Explain the main type of communication used in organizations such as verbal, non-verbal, written, digital communication. Discuss how any 3 barriers can interfere with this type of communication and suggest practical way to overcome those barriers. Okay. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതുപോലെ തന്നെ ഈ ഡിസ്കസ് ചെയ്ത ഏരിയാസ് ഒക്കെ തന്നെ എക്സാമിന് നല്ലപോലെ റിവൈസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെർൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.